ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മീ നന്ദന ബി. അപ്പോൾ ഗായ്സ്, ഞങ്ങളിത് കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ വന്നേനെ. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ കുറേ നാളത്തിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ എല്ലാവരും പഴയ സപ്പോർട്ട് തരണം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. കുറേ നാളത്തെ ശേഷം ഞങ്ങൾ വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് പോത്തങ്കോട്ടോട് പോകാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു റോഡുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് വഴി നമ്മൾ പോത്തങ്കോട്ടോട് പോയിട്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാനും ഒരു ട്രയലിന് വേണ്ടി ഞങ്ങൾ ഇതുവരെ പോവുകയാണ്. അപ്പോൾ നമുക്കത് കാണാം. കാരണം ഈ സാധാരണ ഈ വഴി നമ്മൾ നോർമലി പോകുമ്പം ഭയങ്കര കുണ്ടും കുഴിയാണ്. അപ്പം ഇപ്പോൾ കുറേ നാളെ ഏകദേശം ഒരു 1 year അടുപ്പിച്ചാണ് ഞങ്ങൾ ഇതുവഴി പോയിട്ട്. സോ ഇപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴിയുള്ള വ്യൂസ് കാണാം. ഇതുവഴി നല്ല രസമാണ് ഗൈസ്. എന്ന് പറയുമ്പം കുറേ റബ്ബറിൻ തോട്ടം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പ്രകൃതി രമണീയമായ ആ വഴി നമുക്കൊന്ന് പോകാം. ഗൈസ്, കുണ്ടും കുഴി നിറഞ്ഞ അതുവഴി നമുക്ക് പോകാം. ഞാൻ +2 പഠിക്കുന്ന സ്കൂളിൽ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഗൈസ്. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. ഇവർ ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് റോഡ് റിനോവേറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ കുണ്ടും കുഴിയൊന്നും നമ്മൾ കാണുന്നില്ല ഗൈസ്. സാധാരണ ഈ പുതിയതായിട്ട് റോഡ് അവിടെയൊക്കെ പണ്ട് ഭയങ്കര കുഴിയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇവിടെ ഇതാ കുറേ നാളായി ഗൈസ്. ഇവിടെയൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്, നല്ല ചേഞ്ച് ഗൈസ്. പണ്ട് ഈ വീടൊരു തത്തയുണ്ടായിരുന്നു. ഞാൻ പണ്ട് നെടുവേലി സ്കൂളിൽ പഠിക്കുമ്പോൾ കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ തത്തയില്ല ഗായ്സ്. അപ്പോൾ ഞാൻ +2 പഠിച്ചത് നമ്മുടെ നെടുവേലി സ്കൂൾ ഏതാനും നിമിഷങ്ങൾക്കകം എത്തുന്നതാണ്. ഇതിനൊരു സസ്പെൻസ് ഉണ്ട് ഗായ്സ്. എൻ്റെ അമ്മയും ഞാനും ഈ സ്കൂളിലാണ് +1 +2 പഠിച്ചത്. ഒരുമിച്ചല്ല, എന്നാലും ഞങ്ങൾ ഈ സ്കൂളിലാണ് ഗായ്സ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ആ സ്കൂളിൽ കാണാൻ ഗായ്സ് ഏതാനും നിമിഷങ്ങൾക്കും എത്തി. ഇതാണ് നമ്മുടെ നെടുവേലി സ്കൂൾ. യെസ്, റബ്ബർ തോട്ടത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ 2 സൈഡ് ഫുൾ റബ്ബർ തോട്ടമാണ് ഗായ്സ്. എൻ്റെ അമ്മേ, ഇത് എവിടെ നിന്നൊക്കെ വണ്ടി വരുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഗായ്സ്. ഇതുവഴി പോകാൻ ഭയങ്കര പാടാണ്. മെയിൻ കാരണം നമ്മുടെ ഓപ്പോസിറ്റ് വഴി ഒരു വണ്ടി വന്നാൽ നമുക്കിവിടെ ഒതുക്കാൻ സ്ഥലം കാണത്തില്ല. അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. കണ്ടു ഗായ്സ്, ഇതിൽ വനപ്രദേശമാണ്. അത് അവിടെ ആരോ ഫോൺ ചെയ്യും, വണ്ടിയിൽ സംസാരിക്കുന്നു ഗൈസ്. ഇത് കുഞ്ഞു വഴിയാണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് സൈഡാക്കാനായിട്ട് സ്ഥലമില്ല. അതാണ് മെയിൻ വിഷയം. ഞങ്ങൾ ഇതുവഴി പോകാത്തത്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, അപ്പുറത്തോട്ട് മറിഞ്ഞാൽ തറയിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു ഇതാണ്. നമുക്ക് എന്താ പറയുക, ഫുട്പാത്തോ ഒന്നുമില്ല ഇവിടെ. നമുക്ക് ഭയങ്കര പാടാണ്. സോ നമ്മൾ ഇതുവഴി പോകാറില്ല ഗൈസ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവഴി പോകാൻ മെയിൻ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും വേസ്റ്റ് കൊണ്ടിടും. സോ നമുക്ക് ഇതുവഴി പോകാൻ ഭയങ്കര സ്മെല്ലാണ്. സോ നമ്മൾ മാക്സിമം ഇതുവഴി പോവാറില്ല. ഇവിടെ ഫുൾ നല്ല സ്മെല്ല് വരാറുണ്ട്. നല്ലയില്ല, അഴുക്ക് സ്മെല്ല് വരാറുണ്ട് ഗായ്സ്. നമ്മൾ ഈ കുണ്ടും കുഴിയും ഒക്കെ താണ്ടി നമ്മൾ പോകുന്നത് പച്ചന് ഫുഡ് കൊണ്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ മെയിൻ റോഡിൽ കയറും. അയ്യോ ഗായ്സ്, ഇത് നല്ല ഈ റോഡൊക്കെ റെനോവേറ്റ് ചെയ്തെങ്കിലും നല്ല രീതിക്ക് കട്ടറുണ്ട് ഗായ്സ്. അത് ബാക്കിലേക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളിതാ മെയിൻ റോഡ് കയറി. ഇത് സമാധാനമുണ്ട്. ഇനി അത് വഴി ഞാൻ ഇല്ല കേട്ടോ. കുണ്ടും കുഴിയും താണ്ടി വന്നത് ഇന്നാണ്. അയ്യാ, വീട് കുടുങ്ങി പോണി നെറ്റിച്ചുകൊണ്ട് നിൽക്കാൻ ഗായ്സ്. അങ്ങനെ നമ്മുടെ അനുഭവം കാരണം നമ്മൾ ഷോർട്ട് കട്ട് ഉപേക്ഷിച്ചു. ഇപ്പോൾ മെയിൻ റോഡ് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. സോ അപ്പോൾ നമ്മൾ മെയിൻ റോഡ് വഴി നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.